പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിലെ ആർഎസ്എസ് ആസ്ഥാനം സന്ദർശിച്ചു. ആർഎസ്എസ് സ്ഥാപകൻ ഡോക്ടർ ഹെഡ് ഗോവറിന്റെയും രണ്ടാമത്തെ സർസംഘചാലക് എം.എസ്. ഗോൾവാർക്കറിന്റെയും സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. ഇരുവരും സംഘത്തിന്റെ ശക്തമായ രണ്ട് തൂണുകളാണെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. ഭാരതത്തിന്റെ അനശ്വര സംസ്കാരത്തിന്റെ അക്ഷയമയമായ വടവൃക്ഷമാണ് ആർഎസ്എസ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 100 വർഷങ്ങൾക്ക് മുൻപ് വിതച്ച ആശയങ്ങൾ ഇന്ന് ഒരു വടവൃക്ഷം പോലെ ലോകത്തിന് മുന്നിലുണ്ട്. ലക്ഷക്കണക്കിന് സ്വയം സേവകർ അതിന്റെ ശാഖകളാണ്. ആദർശവും തത്വങ്ങളും അതിനെ ഉയരങ്ങളിലേക്ക് നയിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. तो सैकड़ों वर्षों की गुलामी, इतने आक्रमण, भारत की सामाजिक संरचना को मिटाने की इतनी क्रूर कोशिशें, लेकिन भारत की चेतना कभी समाप्त नहीं हुई. उसकी लौ चलती रही. ये कैसे हुआ? क्योंकि कठिन से कठिन दौर में भी भारत में इस चेतना को जागरूक रखने वाले नए नए सामाजिक आंदोलन होते रहे. भक्ति आंदोलन उसका ये उदाहरण जिससे हम सब भली भांति परिचित हैं. ആർഎസ്എസിന്റെ നേതൃത്വത്തിലുള്ള അത്യാധുനിക കണ്ണാശുപത്രിയായ മാധവ് നേത്രാലയയുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. माधव नेत्रालय एक ऐसा संस्थान है जो अनेक दशकों से पूज्य गुरु जी के आदर्शों पर लाखों लोगों की सेवा कर रहा है. लोगों के जीवन में रोशनी लौटी है. आज उसके नए परिसर का शिलान्यास हुआ है. अब इस नए परिसर के बाद इन सेवा कार्यों को और ज्यादा गति मिलेगी. രാജ്യത്തുടനീളമുള്ള മെഡിക്കൽ കോളേജുകളുടെയും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെയും എണ്ണം സമീപ വർഷങ്ങളിൽ ഇരട്ടിയായതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത്, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഉച്ചകഴിഞ്ഞ് ഛത്തീസ്ഗഡിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ബിലാസ്പൂരിൽ 33,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും.